ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു വാഞ്ചോ കേക്കിൻ്റെ ഡെക്കറേഷൻ്റെ വീഡിയോ കാണാം. അപ്പോൾ ഞാനിവിടെ 2 വാഞ്ചോ കേക്കിൻ്റെ ഡെക്കറേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം തന്നെ ആയിരുന്നു 2 കേക്കും. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഐസിങ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ആ ഒരു ബേസ് ഉണ്ടാക്കണതൊന്നും കാണിക്കണില്ല. അതൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഐസിങ് ചെയ്യാമെന്നുള്ളതും പിന്നെ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഡെക്കറേഷൻ ചെയ്യണമെന്നുള്ളതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു 1 kg ബേസ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ ക്രീം വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതാ ഫസ്റ്റ് ലെയറായിട്ട് ഞാനിവിടെ വൈറ്റ് സ്പോഞ്ചാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായി വെറ്റ് ചെയ്ത ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ക്രീം ഇട്ട് കൊടുക്കൽ. അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ. പിന്നെ അതൊന്ന് ലെവൽ ചെയ്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ബ്ലാക്ക് സ്പോഞ്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് ക്രീമാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിൽ ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചോക്കോ ചിപ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇനി അടുത്ത ലെയറായിട്ട് വൈറ്റ് സ്പോഞ്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതും നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കേക്കിനെ വൈറ്റ് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെയാണ് കേട്ടോ അടുത്ത കേക്കും ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിവിടെ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായ ശേഷമാണ് ഇതുമ്പോൾ ഡെക്കറേഷൻ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിതാ കേക്ക് നന്നായിട്ട് ഫിനിഷിങ് ആക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അങ്ങനെ ഇപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ കേക്ക് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിലായിട്ട് ഞാനിതാ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയായിരിക്കും കേട്ടോ സുഖം. അപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലെവലിലേക്ക് തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ കേക്കിൻ്റെ 2 സൈഡിലായിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇനി നമുക്ക് ചെറിയൊരു ഐസിങ് നൈഫ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരേപോലെ ആക്കി കൊടുക്കണം. ശേഷം നമുക്കിതിൻ്റെ നടുഭാഗത്തായിട്ട് ആ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ ആ ഭാഗത്ത് ബ്ലാക്ക് ഗനാഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ ഗനാഷ് ഒഴിച്ച് കഴിഞ്ഞേക്ക് കേക്കിൻ്റെ ബേസിലോട്ട് കുറച്ച് ഗനാഷ് ഇങ്ങനെ ഒലിച്ചിറങ്ങിയതുപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു കേക്കിനെ നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് തന്നെ വെക്കാം. ഇനി അടുത്ത കേക്കിൽ ഞാൻ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് വൈറ്റ് ഗനാഷ് ഒഴിച്ചിട്ടാണ് ആദ്യം ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അത് ഇതുപോലെ ഒന്നിങ്ങനെ ഫില്ല് ചെയ്ത ശേഷം ആ ചെറിയ നൈഫ് വെച്ചിട്ട് ഒന്നിങ്ങനെ നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കണം കേട്ടോ അതിൻ്റെ മുകളിൽ. അതിന് ശേഷം ബ്ലാക്ക് ഗനാഷ് എടുത്തിട്ട് ബാക്കി ഭാഗത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണേ. പിന്നെ ഞാനിതിൻ്റെ ഈ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് അൺഈവനായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഡിസൈൻ ആണ് സെൻറ്ററിൽ വരുന്നത്. എന്നിട്ട് ഈ ഒരു കേക്കും നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. പിന്നെ കേക്ക് ഡെലിവറി ചെയ്യേണ്ട ആ ഒരു ടൈമിലാണ് കേട്ടോ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതിൻ്റെ ഈ ഒരു ഫസ്റ്റ് കേക്കിൻ്റെ ഈ ജോയിൻ വരുന്ന ഭാഗത്ത് കൂടി ഇതുപോലെ ഷുഗർ ബോൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോൾഡൻ കളറിലുള്ള 3 ടൈപ്പിൽ ഷുഗർ ബോൾസാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല ചെറുതും പിന്നെ അതിൻ്റെ കുറച്ച് വലുത് പിന്നെ അതിൻ്റെ വലുത് അങ്ങനെ 3 ടൈപ്പിലായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്.
ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ പേരെഴുതിയത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ പേര് ഞാനിവിടെ ഫോണ്ടൻറ്റിലാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. പിന്നെ നൂറിൻ്റെ 27 എന്നുള്ള നോസിലെടുത്തിട്ട് ഇതുപോലെ ഒരു വർക്ക് ഇങ്ങനെ കേക്കിൻ്റെ അടിഭാഗത്തായിട്ട് ബോർഡറിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത കേക്ക് വർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഇങ്ങനെ ഈ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 4 ടൈപ്പ് ഷുഗർ ബോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിൽവർ കളറിലും ഗോൾഡൻ കളറിലും ഉള്ള നല്ല ചെറിയ ഷുഗർ ബോളും, പിന്നെ കുറച്ചൊരു മീഡിയം സൈസിലുള്ള വൈറ്റ് കളറിലുള്ളതും പിന്നെ ഗോൾഡൻ കളറിലുള്ളതും, അങ്ങനെ 4 ടൈപ്പിലുള്ള ഷുഗർ ബോൾസാണ് കേട്ടോ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഗനാഷ് വരുന്ന ഭാഗത്ത് കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഒന്നും ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി പേരെഴുതിയത് വൈറ്റ് പോർഷനിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കേക്കിൻ്റെ സൈഡിൽ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ 2 ഡെക്കറേഷൻസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചോക്ലേറ്റിൻ്റെ. ഇതെല്ലാം ഞാൻ ഗോൾഡൻ ഡസ്റ്റ് ഒന്നിങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ മുകളിൽ വെച്ചിട്ടുള്ള ഈ ചോക്ലേറ്റ് ഡെക്കറേഷൻ്റെ ഇടയിലൂടെ എല്ലാം ഞാൻ ഇതുപോലുള്ള ഒരു വലിയ സിൽവർ കളറിലുള്ള ഷുഗർ ബോൾ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു 2 ഡെക്കറേഷൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഏത് കേക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമൻറ്റിലൂടെയൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.